ദിവസവും വാർത്തകളാൽ സമ്പന്നമാണ്. കഴിഞ്ഞ ഒരാഴ്ചക്കാലം നമുക്ക് ചുറ്റുമുണ്ടായ പ്രധാന സംഭവങ്ങളിലേക്ക് ഒരിക്കൽ കൂടി ശ്രദ്ധ ക്ഷണിക്കുന്നു. സ്വാഗതം വീക്കെൻഡിന്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക്. തെരുവുനായിയെ കല്ലുകൊണ്ടെറിഞ്ഞ് പെയിന്റ് കടയുടെ ചില്ലു തകർന്ന സംഭവം ഈ പോയ വാരമായിരുന്നു. കൂറ്റനാട് സെന്ററിൽ രാവിലെ കടയുടമ ഷോപ്പിൽ എത്തിയപ്പോഴാണ് വിവരം അറിഞ്ഞത്. മോഷണ ശ്രമമെന്ന് കരുതി CCTV പരിശോധിച്ചപ്പോഴാണ് നായയെ എറിഞ്ഞ കല്ല് ഗ്ലാസിൽ തട്ടിയതാണെന്ന് കണ്ടെത്തിയത്. എന്നാൽ ആരാണ് എറിഞ്ഞതെന്ന് വ്യക്തമായിട്ടില്ല. പെയിന്റ് കടയുടെ മുൻവശത്തെ ചില്ലാണ് പൂർണ്ണമായും തകർന്നത്. കല്ലെറിഞ്ഞ വ്യക്തിയെ ഇതുവരെ തിരിച്ചറിയാൻ സാധിച്ചിട്ടില്ല. പുലർച്ചെ 6:45ഓടെയാണ് സംഭവമുണ്ടായത്. ഒരു തെരുവുനായ അവിടങ്ങളിൽ അലഞ്ഞു തിരിഞ്ഞു നടക്കുന്നതായി CCTV ദൃശ്യങ്ങളിൽ കാണാം. തെരുവുനായയെ ലക്ഷ്യം വെച്ചാണ് അതുവഴി പോയയാൾ എറിഞ്ഞത്. എന്നാൽ കൊണ്ടത് പെയിന്റ് കടയുടെ ചില്ലിലാണ്. 9 മണിയോടെ കട തുറക്കാനെത്തിയ ജീവനക്കാരാണ് ചില്ല് പൂർണ്ണമായും തകർന്നു വീണിരിക്കുന്നത് ശ്രദ്ധിക്കുന്നത്. കള്ളനാണെന്നാണ് ആദ്യം കരുതിയത്. എന്നാൽ പിന്നീട് CCTV ദൃശ്യങ്ങളിൽ നിന്നാണ് തെരുവുനായയെ കല്ലെറിയുന്നത് കണ്ടെത്തിയത്. ആളുടെ മുഖം വ്യക്തമല്ല. സൗദി അറേബ്യയിലെ ത്വായിഫിന് സമീപം വാഹനാപകടം. ഖത്തറിൽ നിന്ന് റോഡ് മാർഗം ഉംറ നിർവഹിക്കാനെത്തിയ മലയാളി കുടുംബമാണ് വാഹനാപകടത്തിൽപ്പെട്ടത്. അപകടത്തിൽ 2 പേർ മരിച്ചു. രാങ്ങാട്ടൂർ നടുവട്ടം തെക്കേ പീടിക്കൽ വീട്ടിൽ അബ്ദുൽ ലത്തീഫ് എന്ന കുഞ്ഞിമോന്റെ ഭാര്യ 52 വയസ്സുള്ള രഹന, മൂത്ത മകൾ 29 വയസ്സുള്ള ഡോക്ടർ നഹ്ല നർമിൻ എന്നിവരാണ് മരിച്ചത്. ഞായറാഴ്ച രാത്രി 8 മണിയോടെ ത്വായിഫിൽ നിന്നും റിയാദിലേക്കുള്ള എക്സ്പ്രസ് ഹൈവേയിൽ ഏകദേശം 200 കിലോമീറ്റർ അകലെയുള്ള ദലം എന്ന സ്ഥലത്ത് വെച്ചായിരുന്നു ദാരുണമായ ഈ അപകടം സംഭവിച്ചത്. ഉംറ കർമ്മങ്ങൾ പൂർത്തിയാക്കി മടങ്ങുകയായിരുന്ന കുടുംബമാണ് അപകടത്തിൽപ്പെട്ടത്. വാഹനത്തിലുണ്ടായിരുന്ന അബ്ദുള്ള ലത്തീഫ്, ഇവരുടെ മറ്റ് 2 പെൺമക്കൾ, ഒരു പേരക്കുട്ടി എന്നിവർ പരിക്കുകളോടെ രക്ഷപ്പെട്ടു. റോഡിലൂടെ പറന്നു വന്ന ഒരു പ്ലാസ്റ്റിക് ഷീറ്റ് പെട്ടെന്ന് വാഹനത്തിന്റെ മുൻവശത്തെ ഗ്ലാസിൽ വന്ന് പതിക്കുകയും ഇതോടെ കാഴ്ച മറിഞ്ഞ് നിയന്ത്രണം നഷ്ടപ്പെട്ട കാർ റോഡിൽ പലതവണ മറിയുകയായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. ദീർഘകാലമായി ഖത്തറിൽ പ്രവാസിയായ അബ്ദുൽ ലത്തീഫ് ഖത്തർ പെട്രോ കെമിക്കൽ കമ്പനിയിൽ ഉദ്യോഗസ്ഥനാണ്. ഉമർകുട്ടി മെഹറുന്നിസ കുമ്മത്ത് ദമ്പതികളുടെ മകളാണ് മരിച്ച രഹന. അപകടത്തിൽ മരിച്ചവരുടെ മൃതദേഹങ്ങൾ നിലവിൽ ദലം സെൻട്രൽ ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. മൃതദേഹങ്ങൾ സൗദിയിൽ ഖബറടക്കും. കേരള വിഷൻ, വളാഞ്ചേരി. ശക്തമായ മിന്നൽ ചുഴലിയിൽ നിലമ്പൂർ മേഖലയിൽ വ്യാപക നഷ്ടമുണ്ടായി. കാറ്റിൽ റബ്ബർ ഉൾപ്പെടെയുള്ള മരങ്ങൾ കടപുഴകി വീണു. മരം വീണതിനെ തുടർന്ന് വീടുകൾക്കും കേടുപാടുകളുണ്ടായി. നിലമ്പൂർ നഗരസഭയിലെ മുതിരി, പയ്യമ്പള്ളി തുടങ്ങിയ മേഖലയിലാണ് നാശനഷ്ടമുണ്ടായത്. പ്രദേശത്ത് വൈദ്യുതി ബന്ധവും ഇതോടെ തകരാറിലായി. പട്ടാമ്പി വാടാനാംകുരിശിയിൽ വീട്ടുമുറ്റത്ത് കത്തിക്കരിഞ്ഞ നിലയിൽ മൃതദേഹം കണ്ടെത്തിയ സംഭവം ഏറെ ചർച്ചയായതാണ്. വീട്ടമ്മയായ ശാന്തിയുടെ ബന്ധു ഓങ്ങല്ലൂർ കൊണ്ടൂർക്കര സ്വദേശി ചന്ദ്രശേഖരനാണ് മരിച്ചത്. ചന്ദ്രശേഖരന്റെ മരണം ആത്മഹത്യയെന്ന് സ്ഥിരീകരിച്ചു. സ്വത്ത് തർക്കത്തെ തുടർന്ന് ഇയാൾ രാത്രി ഇവിടെ എത്തി ശരീരത്തിൽ സ്വയം തീ കൊളുത്തുകയായിരുന്നു എന്നാണ് പോലീസ് പറയുന്നത്. റിപ്പോർട്ടിലേക്ക്. കഴിഞ്ഞ ദിവസം വാടാനക്കുരിശി പൊയിലൂർ AS ഭവനത്തിൽ ജയന്തിയുടെ വീട്ടുമുറ്റത്ത് തെങ്ങിൻ ചുവട്ടിലാണ് വയോധികന്റെ മൃതദേഹം കത്തിക്കരിഞ്ഞ നിലയിൽ കാണപ്പെട്ടത്. ചൊവ്വാഴ്ച രാവിലെ ജയന്തി തന്നെയാണ് ആദ്യം മൃതദേഹം കണ്ടത്. പിന്നീട് അയൽവാസികളെ കൂടി വിവരമറിയിക്കുകയായിരുന്നു. തുടർന്ന് ഷൊർണൂർ പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി. മൃതദേഹത്തിന് സമീപത്തു നിന്നും കുറച്ച് പണവും തീ കൊളുത്താൻ ഉപയോഗിച്ചതെന്ന് കരുതുന്ന ലൈറ്ററുകളും രക്തം കട്ടപിടിക്കാതിരിക്കാൻ കഴിക്കുന്ന ഗുളികയും തൂവാലയും കത്തിക്കരിഞ്ഞ നിലയിൽ ചെരുപ്പും കണ്ടെത്തിയിരുന്നു. തുടർന്ന് വിശദമായി നടന്ന അന്വേഷണത്തിലാണ് മരിച്ചത് ജയന്തിയുടെ ബന്ധു ഓങ്ങല്ലൂർ കൊണ്ടൂരുക്കര സ്വദേശി ചന്ദ്രശേഖരനാണെന്ന് മനസ്സിലായത്. ജയന്തിയുടെയും മരിച്ച ചന്ദ്രശേഖരന്റെയും കുടുംബസ്വത്തായി ഓങ്ങല്ലൂരിലുള്ള സ്ഥലം ഭാഗം വെച്ച് വീതിച്ചെടുക്കാൻ കുടുംബത്തിലുള്ള ബാക്കി അവകാശികൾ തീരുമാനിച്ചെങ്കിലും ജയന്തി ഒപ്പിടാൻ വിസമ്മതിച്ചിരുന്നു. ഇക്കാര്യം പറഞ്ഞ് ചന്ദ്രൻ പിന്നീട് പലതവണ ജയന്തിയെ ഭീഷണി മുഴക്കിയിരുന്നു. മരിക്കുന്നതിന് ഒരാഴ്ച മുൻപ് വരെ വിളിച്ച് ഒപ്പിടണമെന്നാവശ്യപ്പെട്ടതായി ജയന്തി പോലീസിന് മൊഴി നൽകി. അയൽ സംസ്ഥാനങ്ങളിൽ കുഴൽക്കിണർ കുഴിക്കുന്ന ജോലി ചെയ്യുന്ന ചന്ദ്രശേഖരൻ പാലക്കാട് എത്തുമ്പോൾ പട്ടാമ്പിയിലെ ലോഡ്ജുകളിലാണ് താമസിക്കുക. മരിക്കുന്നതിന് തലേ ദിവസം കാരക്കാടിലുള്ള സുഹൃത്തിനെ വിളിച്ച് ഞാൻ മരിക്കാൻ പോവുകയാണെന്ന് പറഞ്ഞിരുന്നതായും പോലീസ് പറഞ്ഞു. തിങ്കളാഴ്ച രാത്രിയോടെ പൊയിലൂരിലെ വീട്ടിലെത്തിയ ചന്ദ്രശേഖരൻ ജയന്തിയുടെ വീട്ടിലെ വാതിൽ തട്ടിയെന്നും ഇയാളെന്ന് മനസ്സിലായപ്പോൾ ജയന്തി വാതിൽ തുറന്നില്ലെന്നും പോലീസ് പറഞ്ഞു. പിന്നീട് ഇയാൾ ശരീരത്തിൽ സ്വയം തീക്കൊളുത്തി ആത്മഹത്യ ചെയ്യുകയായിരുന്നു.
തീ കത്തുമ്പോൾ ശരീരത്തിന് ജീവനുണ്ടായിരുന്നു എന്നും കരിയും പുകയും ആന്തരിക അവയവങ്ങളിലേക്ക് വരെ വ്യാപിപ്പിച്ചിട്ടുണ്ടെന്നും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലുണ്ട്. എന്നാൽ ഇയാൾ ശരീരത്തിൽ ഒഴിച്ചത് ഏത് ഇന്ധനമാണെന്നും അതെവിടെ നിന്ന് കിട്ടിയെന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ച് പോലീസ് അന്വേഷിക്കുന്നുണ്ട്. ഷൊർണൂർ ഡിവൈഎസ്പി ഷാജു കെ എബ്രഹാം, ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി കെ വിജയകുമാർ, ഇൻസ്പെക്ടർ പി വിഷ്ണു, SI KP അശ്വൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് അന്വേഷണം. വെളിയങ്കോട് ഇടിമിന്നലിൽ വ്യാപക കൃഷിനാശം. വെളിയങ്കോട് സ്വദേശി നാരായണന്റെ കൃഷിയിടത്തിലെ 9 തെങ്ങുകളാണ് മിന്നലിൽ നശിച്ചത്. അതേസമയം നഷ്ടപരിഹാര പോർട്ടൽ പ്രവർത്തനരഹിതമായതോടെ ദുരിതം അനുഭവിക്കുന്ന കർഷകർക്ക് അപേക്ഷ സമർപ്പിക്കാനും നഷ്ടപരിഹാര നടപടികൾ ആരംഭിക്കാനും കഴിയാത്ത സാഹചര്യമാണെന്നും കർഷകർ ആരോപിക്കുന്നു. ശക്തമായ ഇടിമിന്നലിലും ഇടിവെട്ടിലും വെളിയങ്കോട് പഴഞ്ഞി സ്വദേശി കുന്നേത്ത് നാരായണന്റെ കൃഷിയിടത്തിൽ വൻ നാശനഷ്ടമാണ് ഉണ്ടായത്. പറമ്പിലെ 7 തെങ്ങുകളും വീട്ടുപറമ്പിലെ 2 തെങ്ങുകളും ഉൾപ്പെടെ ആകെ 9 തെങ്ങുകളാണ് നശിച്ചത്. കഴിഞ്ഞ ദിവസം ഉണ്ടായിട്ടുള്ള ഇടിമിന്നലിലും അതേപോലെ തന്നെ ഇടിവെട്ടിലും ഇവിടുത്തെ തന്നെ 7 തെങ്ങ് നഷ്ടപ്പെട്ടു. അതേപോലെ തന്നെ നമ്മുടെ വീട്ടിലത്തെ 2 തെങ്ങുകളും നഷ്ടപ്പെട്ടു. ഇതിന് നഷ്ടപരിഹാരത്തിന് ആവശ്യമായിട്ട് കൃഷിഭവനെ സമീപിച്ചു. അതേപോലെ തന്നെ മറ്റുള്ള ആളുകളെ സമീപിച്ച സമയത്ത് ഇത് കലാമിറ്റി എല്ലാം അപ്ലോഡ് ചെയ്യുന്ന സൈറ്റ് വർക്ക് ചെയ്യാതെ കിടക്കുകയാണ്. ആയതുകൊണ്ട് അത് അപ്ലോഡ് ചെയ്യാൻ ഇതുവരെ പറ്റിയിട്ടില്ല. അതുകൊണ്ട് ഈ നഷ്ടപരിഹാരം എൻ്റെ ഒരു കാര്യം മാത്രമല്ല, ഇതേപോലെ പല ആളുകളും കൃഷിഭവനിൽ നഷ്ടപരിഹാരത്തിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടു വരുന്നുണ്ട്. അവർ കലാമറ്റിയുടെ സൈറ്റായിട്ടുള്ള എയിംസ് എന്ന് പറയുന്ന സൈറ്റിൽ അപ്ലോഡ് ചെയ്യാനാണ് പറയുന്നത്. പക്ഷെ അപ്ലോഡ് ചെയ്യാൻ പറ്റാത്തതെന്ന് പറഞ്ഞാൽ സൈറ്റ് തുറക്കാൻ പറ്റുന്നത് എന്താണ് വിഷയം എന്നുള്ളത് ഇതിൻ്റെ എല്ലാം ഫോട്ടോ എടുത്തിട്ട് അപ്ലോഡ് ചെയ്യാൻ പറ്റുന്നില്ല. ആയതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ അത്തരത്തിലുള്ള കാര്യങ്ങൾ പരിഹരിക്കാനും ഈ കൃഷി നാശം സംഭവിച്ചിട്ടുള്ള കർഷകർക്ക് നിർബന്ധമായും നഷ്ടപരിഹാരം കൊടുക്കാനും ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളതാണ് എല്ലാ അധികൃതരോട് പറയാനുള്ളത്. പ്രകൃതി ദുരന്തത്തെ തുടർന്ന് കൃഷിനാശം സംഭവിച്ചിട്ടും നഷ്ടപരിഹാരത്തിനായി അപേക്ഷ സമർപ്പിക്കേണ്ട കൃഷി വകുപ്പിന്റെ ഓൺലൈൻ പോർട്ടൽ ദിവസങ്ങളായി പ്രവർത്തനരഹിതമാണെന്ന് കർഷകർ പരാതിപ്പെടുന്നു. ഇതുമൂലം ദുരിതം അനുഭവിക്കുന്ന കർഷകർക്ക് അപേക്ഷ സമർപ്പിക്കാനും നഷ്ടപരിഹാര നടപടികൾ ആരംഭിക്കാനും കഴിയാത്ത സാഹചര്യമാണുള്ളത്. അടിയന്തരമായി പോർട്ടൽ പ്രവർത്തനക്ഷമമാക്കി പ്രകൃതി ദുരന്തത്തിൽ നഷ്ടം സംഭവിച്ച കർഷകർക്ക് നഷ്ടപരിഹാരം ലഭ്യമാക്കാൻ കൃഷിവകുപ്പ് നടപടി സ്വീകരിക്കണമെന്ന് നാട്ടുകാരും കർഷകരും ആവശ്യപ്പെട്ടു. ശക്തമായ കാറ്റിലും മഴയിലും കൽപ്പകഞ്ചേരി വളവന്നൂരിൽ വ്യാപക നാശനഷ്ടം. വളവന്നൂർ പഞ്ചായത്തിലെ 3-20 വാർഡുകളിലാണ് വ്യാപക നാശനഷ്ടമുണ്ടായത്. ശക്തമായ കാറ്റിൽ മരങ്ങൾ കടപുഴകി വീണു. സംഭവ സ്ഥലത്ത് കുർക്കോളി മൊയ്തീൻ MLAയും ഉദ്യോഗസ്ഥരും സന്ദർശനം നടത്തി. പെട്ടെന്നുണ്ടായ ശക്തമായ കാറ്റിലും മഴയിലും വ്യാപകമായ നാശനഷ്ടമുണ്ടായ നടുക്കത്തിലാണ് വളവന്നൂരിലെ നാട്ടുകാർ. ഇന്ന് രാവിലെ 8:30-ക്കാണ് അതിശക്തമായ കാറ്റടിച്ച് മരങ്ങൾ കടപുഴകി വീണത്. പടിക്കൽ അബൂബക്കറിന്റെ വീട്ടുമുറ്റത്തെ പുളിമരം കടപുഴകി റോഡിലേക്ക് വീഴുകയും വീടിന്റെ കാർ പോർച്ച് തകരുകയും ചെയ്തു. അപകടത്തിൽ മദ്രസ വിട്ട് നടന്നു വരികയായിരുന്ന കുട്ടി അത്ഭുതകരമായാണ് രക്ഷപ്പെട്ടത്. വളവന്നൂർ പഴയ ജുമാ മസ്ജിദിന് മുകളിലേക്ക് കൂറ്റൻ തേക്ക് മരം കടപുഴകി വീണ് മസ്ജിദിന്റെ ഒരു ഭാഗം തകർന്നു. പ്രദേശത്തെ നിരവധി വീടുകളുടെ മേൽക്കൂരകൾ പാറിപ്പോകുകയും 20ഓളം ഇലക്ട്രിക് പോസ്റ്റുകളും തെങ്ങുകളും മരങ്ങളും വ്യാപകമായി മറിഞ്ഞു വീഴുകയും ചെയ്തു. തിരൂരിൽ നിന്നെത്തിയ ഫയർ ആൻഡ് റെസ്ക്യൂ സംഘവും നാട്ടുകാരും ചേർന്ന് മണിക്കൂറുകളോളം രക്ഷാപ്രവർത്തനം നടത്തി. വലിയ എന്ത് പേര് പറയണമെന്ന് എനിക്കറിയില്ല. ശക്തമായ കാറ്റ് വീശി ഒരു ചുഴലിക്കാറ്റ് പോലെ ഈ ഭാഗത്ത് കേന്ദ്രീകരിച്ച് അനവധി വൃക്ഷങ്ങൾ, ലക്ഷങ്ങളുടെ നഷ്ടം ഈ പ്രദേശത്തുണ്ടായിരിക്കുകയാണ്. വീടുകളുടെയും പള്ളിയുടെയും മേലേക്ക് വൻ മരങ്ങൾ കടപുഴകി വീണിരിക്കുകയാണ്. 1, 2, 10 അല്ല, അനവധി വലിയ വൃക്ഷങ്ങൾ ഈ പ്രദേശത്താകെ മറിഞ്ഞു കിടക്കുന്നത് കാണുമ്പോൾ തന്നെ നെഞ്ചിടിച്ചു പോകും. 2 കാര്യങ്ങൾ വേണ്ടതുണ്ട്. ജനങ്ങൾക്കുണ്ടായിട്ടുള്ള നഷ്ടത്തിന് പരിഹാരം ഉണ്ടാക്കണം. അതിനേക്കാൾ ഏറെ ഇവർ കേന്ദ്രീകരിച്ച് ഇങ്ങനെ ഒരു ചുഴലിക്കാറ്റ് പ്രത്യക്ഷപ്പെടാനുള്ള കാരണം, അതിനെക്കുറിച്ച് കൂടി ശാസ്ത്രീയ പഠനം ഉണ്ടാകേണ്ടതുണ്ട്. സംഭവസ്ഥലത്ത് കുർക്കോളി മൊയ്തീൻ MLA, വളവന്നൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TK ഷംസുദ്ദീൻ, വില്ലേജ് ഓഫീസർ, കൃഷിഭവൻ ഓഫീസർ എന്നിവർ സന്ദർശിച്ചു. നാശനഷ്ടമുണ്ടായവർക്ക് ധനസഹായം നൽകാനുള്ള നടപടികൾ വേഗത്തിലാക്കുമെന്ന് അധികൃതർ അറിയിച്ചു. വാർഡ് മെമ്പറായ കുന്നത്ത് ഷറഫുദ്ദീൻ, അബ്ദുൽ വഹാബ് ചോമയിൽ, ഫയർ ആൻഡ് റെസ്ക്യൂ ഉദ്യോഗസ്ഥന്മാരായ സ്റ്റേഷൻ ഓഫീസർ AM ഫാഹിദ്, സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ VP ഗിരീശൻ എന്നിവർ രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകി. കേരള വിഷൻ, വളാഞ്ചേരി. കൽപ്പകഞ്ചേരിയിൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടി ഉൾപ്പെടെ 3 പേർ പിടിയിലായ കേസ് ഏറെ ചർച്ചയായതാണ്. ഈ ലഹരി കടത്ത് കേസിനു പിന്നിൽ വൻകിട ലഹരി മാഫിയയ്ക്ക് പങ്കുണ്ടെന്ന് അന്വേഷിച്ചു വരികയാണ് പോലീസ്. കാറിൽ കടത്തുകയായിരുന്ന 1.24 ഗ്രാം MDMA-യുമായി പെൺകുട്ടിയും 2 യുവാക്കളും കൽപ്പകഞ്ചേരി പോലീസിന്റെ പിടിയിലായി. റിപ്പോർട്ട് കാണാം.
മഞ്ചേരി ഇളംകൂർ സ്വദേശി കൊയിലാണ്ടി വീട്ടിൽ 23 വയസ്സുള്ള അനസ്, കോഴിച്ചിന പെരുമണ്ണ പാടത്തേരി വീട്ടിൽ 24 വയസ്സുള്ള മുഹമ്മദ് ഷാനു എന്നിവരും പ്രായപൂർത്തിയാവാത്ത പെൺകുട്ടിയുമാണ് ഇന്നലെ കൽപ്പകഞ്ചേരി പോലീസിന്റെ പിടിയിലായത്. പോലീസിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ വാഹന പരിശോധനയ്ക്കിടെയാണ് കാറിൽ ഒളിപ്പിച്ച നിലയിൽ മാരക രാസലഹരിയായ MDMA കണ്ടെടുത്തത്. ലഹരിമരുന്ന് കടത്താൻ ഉപയോഗിച്ച കാറും പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ലഹരിമരുന്ന് എവിടെ നിന്നാണ് എത്തിച്ചതെന്നും ഇതിന് പിന്നിൽ വൻകിട ലഹരി മാഫിയകൾക്ക് പങ്കുണ്ടോ എന്നും പോലീസ് പരിശോധിച്ചു വരികയാണ്. പ്രതികളെ ചോദ്യം ചെയ്തു വരികയാണെന്നും സംഭവത്തിൽ അന്വേഷണം ഊർജിതമാക്കിയതായും കൽപ്പകഞ്ചേരി പോലീസ് അറിയിച്ചു. കേരള വിഷൻ, വളാഞ്ചേരി. ഓടിക്കൊണ്ടിരുന്ന ഇലക്ട്രിക് സ്കൂട്ടറിന് തീപിടിച്ചു. പെട്ടെന്നുണ്ടായ തീപിടുത്തത്തിൽ സ്കൂട്ടർ പൂർണ്ണമായും കത്തിനശിച്ചെങ്കിലും യാത്രക്കാരൻ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. അവിടെ ചൂടുണ്ടാവും, അവിടെ പിടിക്കണ്ട. ഈ കാശ് പിടിച്ചിട്ട് അങ്ങനെ മറിച്ചിട്ടേ. ഓടിക്കൊണ്ടിരിക്കുന്ന ഇലക്ട്രിക് സ്കൂട്ടറിൽ നിന്ന് പെട്ടെന്നുണ്ടായ തീപിടുത്തത്തിൽ നിന്ന് യാത്രക്കാരൻ അത്ഭുതകരമായാണ് രക്ഷപ്പെട്ടത്. തൃത്താല മണ്ണാരപ്പറമ്പ് സ്വദേശി മക്കിന്റെ വളപ്പിൽ അബൂബക്കർ മുസ്ലിയാർ സഞ്ചരിച്ച സ്കൂട്ടറാണ് കത്തിനശിച്ചത്. തൃത്താല കൂനമൂച്ചി മുക്കൂട്ട റോഡിൽ വെച്ചായിരുന്നു സംഭവം. യാത്രക്കിടെ സ്കൂട്ടറിൽ നിന്ന് പുകയും തീയും ഉയരുന്നത് ശ്രദ്ധയിൽപ്പെട്ട ഉടൻ തന്നെ സ്കൂട്ടറിൽ നിന്ന് എടുത്തു ചാടിയതിനാൽ വലിയൊരു ദുരന്തമാണ് ഒഴിവായത്. നിമിഷങ്ങൾക്കുള്ളിൽ സ്കൂട്ടർ പൂർണ്ണമായും അഗ്നിക്കിരയായി. സ്കൂട്ടറിൽ നിന്ന് യഥാസമയം ചാടിയിറങ്ങിയതിനാൽ യാത്രക്കാരന് പൊള്ളലുകളോ മറ്റു പരിക്കുകളോ ഏൽക്കാതെ രക്ഷപ്പെട്ടു. 2022 പൊന്നാനി ബലാത്സംഗ കേസ് നമ്മെ ഏറെ ഞെട്ടിച്ചതാണ്. ആ ബലാത്സംഗ കേസിൽ കേസെടുക്കാൻ നിർദ്ദേശം നൽകി പൊന്നാനി മജിസ്ട്രേറ്റ് കോടതി. 3 ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ ഇതിൽ പ്രതികളാകും. അതിജീവിതയുടെ പരാതിയിലാണ് നടപടി. മലപ്പുറം മുൻ SP സുജിത് ദാസ്, DYSP VV ബെന്നി, SHO വിനോദ് വലിയാറ്റൂർ എന്നിവർ പ്രതികളാകും. കേസിൽ FIR രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തും. സുപ്രീം കോടതിയുടെ നിർദ്ദേശത്തെ തുടർന്നാണ് മജിസ്ട്രേറ്റ് കോടതിയുടെ തീരുമാനം. 2022 ജനുവരിയിലാണ് അതിജീവിതയുടെ പരാതിക്ക് ആധാരമായ കുറ്റകൃത്യം നടന്നത്. സ്വത്ത് തർക്കവുമായി ബന്ധപ്പെട്ട കേസിൽ അതിജീവിത പൊന്നാനി പോലീസിനെ സമീപിച്ചിരുന്നു. തുടർന്നാണ് CI വിനോദ് വലിയാട്ടൂർ അതിജീവിതയുടെ വീട്ടിലെത്തുന്നത്. വീട്ടിലെത്തിയ വിനോദ് അതിജീവിതയെ ബലാത്സംഗത്തിന് ഇരയാക്കിയെന്നായിരുന്നു ആരോപണം. തുടർന്ന് VV ബെന്നി അതിജീവിതയെ ആക്രമിച്ചു. പരാതി നൽകാൻ എത്തുമ്പോഴാണ് മലപ്പുറം SP സുജിത് ദാസ് യുവതിയെ പീഡനത്തിന് ഇരയാക്കിയതെന്നും പറഞ്ഞു. ഇതിന് പിന്നാലെ അന്നത്തെ മുഖ്യമന്ത്രി പിണറായി വിജയനും DGP ഷെയ്ഖ് ദർവേഷിനും യുവതി പരാതി നൽകിയിരുന്നു. എന്നാൽ പോലീസ് കേസെടുക്കാൻ തയ്യാറായിരുന്നില്ല. സംഭവം വാർത്തയായതോടെ ആരോപണങ്ങൾ നിഷേധിച്ച് മുൻ CI വിനോദ് രംഗത്തെത്തിയിരുന്നു. തുടർന്നാണ് പൊന്നാനി ബലാത്സംഗ കേസിൽ കേസെടുക്കാൻ നിർദ്ദേശം നൽകി പൊന്നാനി മജിസ്ട്രേറ്റ് കോടതി ഉത്തരവിട്ടത്. 3 ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ പ്രതിയാകും. അതിജീവിതയുടെ പരാതിയിലാണ് നടപടി. മലപ്പുറം മുൻ SP സുജിത് ദാസ്, DYSP VV ബെന്നി, SHO വിനോദ് വലിയാട്ടൂർ എന്നിവർ പ്രതികളാകും. ചാലിയാർ പുഴയിലൂടെ ഒഴുകി വന്ന മരം പിടിക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ ഒഴുക്കിൽപ്പെട്ട യുവാവിന്റെ മൃതദേഹം കണ്ടെത്തിയത് ഈ പോയ വാരമായിരുന്നു. മമ്പാട് ബീമ്പുങ്ങൽ സ്വദേശിയായ ആഷിഖിന്റെ മൃതദേഹം എടവണ്ണയിൽ നിന്നാണ് കണ്ടെത്തിയത്. 3 പേർ ചേർന്നാണ് മരം പിടിക്കാൻ ശ്രമിച്ചത്. ഇതിനിടെ ഒരാൾ പുഴയുടെ ഒഴുക്കിൽപ്പെടുകയായിരുന്നു. കൂടെയുണ്ടായിരുന്ന 2 പേർ രക്ഷപ്പെട്ടു. ഓടായിക്കൽ പാലത്തിന് സമീപത്ത് വെച്ചാണ് ആഷിഖിനെ കാണാതായത്. ലക്ഷങ്ങളുടെ കവർച്ച നടത്തിയ സംഭവത്തിൽ പ്രതികൾ പിടിയിലായി. വളാഞ്ചേരി അത്തിപ്പറ്റ 3-ാം ചോലയിൽ നിന്ന് ചെമ്പുപാത്രങ്ങളും ചെമ്പു വയറുകളും മോഷണം നടത്തിയ കേസിലാണ് 4 പേർ പിടിയിലായത്. മോഷണ മുതലുകൾ വളാഞ്ചേരിയിലും കുളത്തൂരുമായി വിൽപ്പന നടത്താൻ സഹായിച്ചവരുൾപ്പെടെയാണ് അറസ്റ്റിലായത്. വളാഞ്ചേരി അത്തിപ്പറ്റ പുന്നാംചോലയിൽ കഴിഞ്ഞ 2 ആഴ്ചയായി പതിവായി മോഷണങ്ങൾ നടന്നിരുന്നു. ഇതോടെ ആശങ്കയിലായ പ്രദേശവാസികൾക്ക് പ്രതികൾ പിടിയിലായതോടെ ആശ്വാസമായി. ലക്ഷങ്ങളുടെ ചെമ്പുപാത്രങ്ങളും ചെമ്പുവയറുകളുമാണ് വ്യാപകമായി മോഷണം പോയിരുന്നത്. സംഭവത്തിൽ CCTV ദൃശ്യങ്ങളൊന്നും ലഭിക്കാത്തത് അന്വേഷണ സംഘത്തെ ആശങ്കയിലാക്കിയിരുന്നു. എന്നാൽ ഇത്തരം കളവുകളിൽ ഏർപ്പെട്ട് പിടിയിലായിരുന്ന കുറ്റവാളികളെ കേന്ദ്രീകരിച്ച് അന്വേഷണം ആരംഭിച്ചു. ഇത്തരം കളവുകൾ നടത്തിയിരുന്ന മുൻ കുറ്റവാളികളെ നിരീക്ഷിച്ചും പഴയ പാത്രങ്ങളും ആക്രി സാധനങ്ങൾ വാങ്ങുന്നവരെ കേന്ദ്രീകരിച്ചും നടത്തിയ അന്വേഷണത്തിൽ സമീപവാസിയായ യുവാവ് മാസങ്ങൾക്ക് മുൻപ് കുറ്റിപ്പുറത്തെ ക്വാർട്ടേഴ്സിൽ നിന്ന് ഇത്തരം മോഷണം നടത്തിയിരുന്നതായി കണ്ടെത്തി. അയാളെയും കൂട്ടാളികളെയും തുടർച്ചയായി നിരീക്ഷിച്ചാണ് മോഷണം നടത്തിയത് സമീപവാസിയായ പട്ടന്മാർ തൊടിയിൽ ജാഫർ അലിയാണെന്ന് കണ്ടെത്തിയത്. മോഷണ മുതലുകൾ വളാഞ്ചേരിയിലും കുളത്തൂരിലുമായി വിൽപ്പന നടത്താൻ സഹായിച്ച മനക്കൽ പടി, ചിറക്കൽ ഷമീർ, അത്തിപ്പറ്റ പെരുമ്പറമ്പിൽ ഷമീർ, അത്തിപ്പറ്റ പാലശ്ശേരി ഷറഫുദ്ദീൻ എന്നിവരും പിടിയിലായി. വളാഞ്ചേരി SI നിർമ്മൽ മുരളി, തിരൂർ ഡാൻസ് ഓഫ് ടീമിലെ ASI രാജേഷ്, ജയപ്രകാശ്, വളാഞ്ചേരി സ്റ്റേഷനിലെ CPOമാരായ തോമസ്, റാഷിദ്, വിജയനന്ദു എന്നിവർ അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നു. കേരള വിഷൻ, വളാഞ്ചേരി.
വളാഞ്ചേരി കോഴിക്കോട് റോഡിൽ റോഡ് മുറിച്ചു കടക്കുകയായിരുന്ന വിദ്യാർത്ഥിയെ കാർ ഇടിച്ചു തെറിപ്പിച്ചു. അപകടത്തിൽ പരിക്കേറ്റ വിദ്യാർത്ഥിയെ തൊട്ടടുത്തുള്ള ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇന്നലെ ഉച്ചയ്ക്ക് 1:30 സംഭവം. അപകടത്തിന്റെ CCTV ദൃശ്യങ്ങൾ കാണാം. വളാഞ്ചേരി കോഴിക്കോട് റോഡിൽ ഇന്നലെ ഉച്ചയ്ക്ക് 1:30 അപകടമുണ്ടായത്. 3 വിദ്യാർത്ഥികൾ റോഡ് മുറിച്ചു കടക്കാൻ ശ്രമിക്കുന്നതിനിടെ കാവുംപുറം ഭാഗത്തു നിന്ന് നിയന്ത്രണം വിട്ടുവന്ന കാർ ഒരു കുട്ടിയെ ശക്തമായി ഇടിച്ചു തെറിപ്പിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ റോഡിലേക്ക് തെറിച്ചു വീണ വിദ്യാർത്ഥിക്ക് പരിക്കേറ്റു. അപകടം നടന്നയുടൻ തന്നെ സമീപത്തുണ്ടായിരുന്ന വ്യാപാരികളും മറ്റ് യാത്രക്കാരും ഓടിയെത്തി രക്ഷാപ്രവർത്തനം നടത്തി. പരിക്കേറ്റ വിദ്യാർത്ഥിയെ ഉടൻ തന്നെ സമീപത്തെ ആശുപത്രിയിലേക്ക് മാറ്റി. കേരള വിഷൻ, വളാഞ്ചേരി. 5ാം ക്ലാസ് വിദ്യാർത്ഥിനിയെ അടിച്ച് കൈയൊടിച്ച സംഭവം ഏറെ ചർച്ചയായതാണ്. അധ്യാപകൻ സ്ഥിരമായി പ്രാകൃത ശിക്ഷ നടത്തുന്ന ആളാണെന്ന് അടിയേറ്റ വിദ്യാർത്ഥിനി പറഞ്ഞു. അടികൊണ്ടപ്പോൾ ഷോക്കേറ്റ പോലെയാണ് അനുഭവം ഉണ്ടായതെന്ന് കുട്ടി പറഞ്ഞതായി അമ്മയും പറഞ്ഞു. കുട്ടിയെ അടിച്ച സംഭവത്തിൽ ബാലാവകാശ കമ്മീഷനും പോലീസും കേസെടുത്തു. കുട്ടിയിൽ നിന്ന് ബാലാവകാശ കമ്മീഷൻ മൊഴിയെടുക്കും. അതേസമയം പരാതിയിൽ അധ്യാപകനെതിരെ കേസെടുത്തു. വടകര സ്വദേശി ബൽരാജിനെതിരെ ജുവനൈൽ ആക്ട് പ്രകാരമാണ് കേസെടുത്തത്. കഴിഞ്ഞ ദിവസം കൽപ്പകഞ്ചേരി കല്ലിങ്ങൽ പറമ്പ് MSM ഹയർ സെക്കൻഡറി സ്കൂളിലെ 5ാം തരം വിദ്യാർത്ഥിനിയെ ഹോംവർക്ക് ചെയ്തില്ലെന്ന് പറഞ്ഞ് ക്രൂരമായി ചൂരൽ കൊണ്ട് അടിച്ച് കൈയൊടിച്ച സംഭവത്തിൽ അധ്യാപകനെതിരെ ഗുരുതര ആരോപണങ്ങളാണ് കുട്ടിയും മാതാപിതാക്കളും ഉന്നയിക്കുന്നത്. ഇതേ രീതിയിൽ മാരകമായി അടിച്ചു പ്രാകൃത ശിക്ഷ നടത്തുന്ന ആളാണ് അധ്യാപകനെന്നാണ് അടിയേറ്റ കുട്ടി പറഞ്ഞത്. അടുത്തിടെ മറ്റൊരു കുട്ടിയെയും ഇതേ അധ്യാപകൻ സമാനമായ രീതിയിൽ അടിച്ചു പരിക്കേൽപ്പിച്ചിരുന്നു. സാറ് കുറെ കുട്ടികളെ അടിക്കലുണ്ട്. ഇതിന്റെ മേലുള്ള ഒരു കുട്ടീനെ അടിച്ചിട്ട് ഓളെ കൈ വീങ്ങിക്കണം. എന്നിട്ട് ഒരു കുട്ടീൻ്റെ അടിച്ചിട്ട് കൈ ആകെ അങ്ങനെ വളഞ്ഞ മാറ്റിയിരുന്നു. കൈക്ക് വേദനയുണ്ടെന്ന് പറഞ്ഞിട്ടും നിർബന്ധിച്ച് വീണ്ടും എഴുതിച്ചതായും കുട്ടി പറഞ്ഞു. ഉള്ളം കൈക്ക് പകരം കൈത്തണ്ടയിലാണ് കുട്ടിയെ അടിച്ചത്. അടിയേറ്റപ്പോൾ ഷോക്ക് അടിച്ച പോലെയാണ് തോന്നിയതെന്ന് കുട്ടിയുടെ അമ്മ പറഞ്ഞതായി പറയുന്നു. വടിയായിട്ട് മുന്നോട്ട് പോകണം തന്നെ. ഇതിപ്പോ ചെറിയ കുട്ടികളല്ലേ, ഇത്രയും ചെറിയ മക്കളൊക്കെ ഇങ്ങനെ സാറിപ്പോ എന്തതില് ഇതായാലും ഇപ്പൊ ഇങ്ങനെ നമ്മൾ അടിക്കുകയാണെങ്കിൽ ഉള്ളം കൈയിലൊക്കെ അടിക്കുക. ഇതിപ്പോ ഈ ഒരു സൈഡത്തെ ഭാഗത്താ പൊട്ട് വന്നാണ്. അതിന് അവള് പറയണത് പിന്നെ എന്താണ്, ഇങ്ങനെ അടിച്ചപ്പോ എനിക്ക് എന്റെ കൈ ഷോക്ക് അടിച്ച മാതിരിയായി, ഭയങ്കര കൈയൊക്കെ കുഴഞ്ഞു പോകണ മാതിരി പോകാൻ തോന്നി. പിന്നെ അതിനുശേഷം മാഷ് പിന്നെ എഴുതിച്ചെന്നൊക്കെ പറയണത് ആ കൈ കൊണ്ട് തന്നെ. അപ്പൊ അതൊക്കെ കേട്ടപ്പോ ഭയങ്കരമായിട്ട് വിഷമം വന്നിക്കണ് ഞങ്ങക്ക്. എനിക്കത് കേട്ടപ്പോ അപ്പൊ തുടങ്ങിയ ടെൻഷനാണത്. കുട്ടിയെ അടിച്ച വിവരം അധ്യാപകൻ തന്നെ വിളിച്ചു പറഞ്ഞെങ്കിലും പരിക്കിന്റെ ഗൗരവം മറച്ചുവെച്ചെന്നാണ് അമ്മ ആരോപിക്കുന്നത്. നിയമ നടപടിയുമായി മുന്നോട്ടു പോകാൻ തന്നെയാണ് കുടുംബത്തിന്റെ തീരുമാനം. അതേസമയം കുടുംബത്തിന്റെ പരാതിയിൽ ബാലാവകാശ കമ്മീഷൻ കേസെടുത്തിട്ടുണ്ട്. കുട്ടിയിൽ നിന്ന് കമ്മീഷൻ മൊഴിയെടുക്കും. എന്നാൽ സ്കൂളിന് പരാതി കിട്ടിയില്ലെന്നും കിട്ടിയാൽ ഉടൻ അധ്യാപകനെതിരെ നടപടിയെടുക്കുമെന്നാണ് സ്കൂൾ മാനേജ്മെന്റിന്റെ വാദം. കല്ലിങ്ങൽ പറമ്പ് MSM സ്കൂളിലെ കണക്കധ്യാപകനാണ് ഹോംവർക്ക് ചെയ്തില്ലെന്ന കാരണം പറഞ്ഞ് 5ാം ക്ലാസ്സുകാരുടെ കൈ തല്ലിയൊടിച്ച് കൊടും ക്രൂരത കാട്ടിയത്. കേരള വിഷൻ, വളാഞ്ചേരി. വിൽപ്പനയ്ക്കായി വീട്ടിൽ സൂക്ഷിച്ച 50 കിലോ കഞ്ചാവ് പിടികൂടിയ കേസിൽ പ്രധാന പ്രതി 1 വർഷത്തിന് ശേഷം പിടിയിലായി. കോഴിക്കോട് ഫറൂഖ് സ്വദേശി 32 വയസ്സുള്ള പീറ്റർ എന്ന കണ്ണമ്പറമ്പ് ഷാജഹാനാണ് പിടിയിലായത്. മലപ്പുറം ജില്ലയിലെ വിവിധ പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ച് വിൽപ്പനയ്ക്ക് എത്തിച്ച 50 കിലോയോളം കഞ്ചാവുമായി 3 പേരെ കൊണ്ടോട്ടി ഐക്യരപ്പടിയിലെ വാടക വീട്ടിൽ നിന്നും കഴിഞ്ഞ വർഷം ഡാൻസ് ഓഫ് സംഘം പിടികൂടിയ കേസുമായി ബന്ധപ്പെട്ട് അന്തർ സംസ്ഥാന ലഹരിക്കടത്ത് സംഘത്തിലെ പ്രധാനിയാണ് പിടിയിലായത്. ഫറൂഖ് പെരുമുഖം പാണാർക്കണ്ടി വീട്ടിൽ സോനു എന്ന ജിബിൻ, പെരുമുഖം സ്വദേശി കളവിൽപ്പറമ്പ് വീട്ടിൽ ജാസിൽ അമീൻ, പുളിക്കൽ പെരിയമ്പലം സ്വദേശി പടന്നയിൽ വീട്ടിൽ ഷഫീഖ് എന്ന മാന്ത ഷഫീഖ് എന്നിവരാണ് മുൻപ് പിടിയിലായിരുന്നത്. ബാംഗ്ലൂർ എയർപോർട്ട് വഴി നേപ്പാളിലേക്ക് ഒളിവിൽ പോകാൻ ശ്രമിക്കുന്നതിനിടെയാണ് പ്രതി ഷാജഹാൻ പിടിയിലായത്. കഴിഞ്ഞ വർഷം ഐക്യരപ്പടിയിലെ വാടക വീട്ടിൽ നടത്തിയ തിരച്ചിലിലാണ് 15 ലക്ഷം രൂപയോളം വില വരുന്ന കഞ്ചാവ് പിടികൂടിയത്. പിടിയിലായ ഷാജഹാന് കൊണ്ടോട്ടി, വാഴക്കാട്, വളാഞ്ചേരി സ്റ്റേഷനുകളിൽ ലഹരിക്കടത്തുമായി ബന്ധപ്പെട്ട കേസ് നിലവിലുണ്ട്. മാന്ത ഷഫീഖ് ഈ കേസിൽ ജാമ്യത്തിൽ ഇറങ്ങിയതിനു ശേഷം കഴിഞ്ഞ മാസം വീണ്ടും MDMA വിൽപ്പന നടത്തുന്നതിനിടെ പിടിക്കപ്പെട്ട് ജയിലിൽ കഴിഞ്ഞുവരികയാണ്. മലപ്പുറം ജില്ലാ പോലീസ് മേധാവി ചൈത്ര തെരേസ ജോൺ IPSനു ലഭിച്ച രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ കൊണ്ടോട്ടി ASP കാർത്തിക് ബാലകുമാർ, ഇൻസ്പെക്ടർ അനുദാസ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതികളെ പിടികൂടി അന്വേഷണം നടത്തുന്നത്. കേരള വിഷൻ, കൊണ്ടോട്ടി. വീക്കെൻഡിനി അടുത്ത വാരം. നമസ്കാരം.